ഹേ ഗൈസ്, അപ്പൊ ഇന്നിപ്പോ രാത്രി മഴയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വന്നെത്തിയത് മക്കാനി റെസ്റ്റോറന്റിലാണ്. അപ്പോൾ ഈ റെസ്റ്റോറന്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നല്ല കാലപ്പഴക്കമുള്ള റെസ്റ്റോറന്റ് ആണ്. 2016-17 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു കൊല്ലത്തിൽ തുടങ്ങിയതാണ്. അപ്പൊ അത്യാവശ്യം ആൾക്കാർ വന്നു പോകുന്ന റെസ്റ്റോറന്റ് ആണ്. അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും രുചിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന റെസ്റ്റോറന്റ് ആണ്. ഇന്നത്തെ രാത്രിത്തെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷുകൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 1-2 ഓർഡർ ചെയ്ത് ഇന്നത്തെ ഫുഡ് നമുക്ക് ആവാം. അപ്പൊ നമുക്ക് ഇനി അവിടേക്ക് പോയാലോ, ബാ. അത്യാവശ്യം വെറൈറ്റീസ് ഓഫ് ബിരിയാണികളുണ്ട്. ഇടിച്ച കോഴി ബിരിയാണി, ചുട്ട കോഴി ബിരിയാണി, പൊതി ബിരിയാണി, കൊണ്ടോട്ടം ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, ബീഫ് കൊണ്ടോട്ടം ബിരിയാണി. അപ്പോ നമുക്ക് ഇന്നത്തെ രാത്രി എന്തായാലും ഒരു ബിരിയാണിയിൽ തന്നെ ആവാം. അപ്പൊ നമ്മുടെ ക്യാമറമാനോട് ചോദിച്ചു നോക്കാം ഏതാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി വേണ്ടത്. ഹലോ ക്യാമറമാൻ, ഏതാണ് നിനക്ക് വേണ്ടേ ഇന്നത്തെ വ്ളോഗിന്? അപ്പോ അവൻ പറഞ്ഞത് പൊതി ബിരിയാണി ആയിക്കോട്ടെ എന്നാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അതിൽ തന്നെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം, വാ. അപ്പൊ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത കൊണ്ടോട്ട ബിരിയാണി എത്തി. അപ്പോൾ നമുക്കതിനി നൈസായിട്ട് സാധനം നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. പിന്നെ ആദ്യമേ എടുത്ത് പറയേണ്ടത് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. മുകളിൽ പപ്പടം, പിന്നെ അതുപോലെ തന്നെ ഈ മസാല ഒക്കെ ഇട്ടേക്കണതൊക്കെ നല്ല രീതിയിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. അപ്പൊ നമ്മള് ഈ ഡെക്കറേഷൻ ഇപ്പൊ അധികം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ സംഭവം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിന്റെ ഒപ്പം നല്ല പീസുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ 4-5 പീസ് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ചിക്കൻ്റെ ഒക്കെ ഒരു പീസ് എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇങ്ങനെ ഉടഞ്ഞ് തന്നെ പോകുന്നുണ്ട്. ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അടിക്കണേ, കാരണം അത്രയ്ക്കധികം ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തുണ്ട്. ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് കേട്ടോ ചിക്കനൊക്കെ. ശരി, കൊണ്ടോട്ട ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി സ്പൈസി ഉണ്ടോന്ന് ചോദിച്ചത്, പക്ഷെ അങ്ങനെ ഓവറായിട്ട് സ്പൈസി ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊക്കെ നല്ല രുചി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൊണ്ടോട്ട ബിരിയാണി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ അടുത്തതായിട്ട് ട്രൈ ചെയ്യേണ്ടത് നമ്മുടെ പൊതിച്ചോറല്ല, പൊതി ബിരിയാണി. അപ്പോ നല്ല രീതിയിൽ ചേട്ടാ പൊതിഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞൊരു ഫീലിംഗ് ആണ് കാണുമ്പോൾ. അപ്പൊ നമ്മുടെ പൊതി ബിരിയാണിയുടെ കെട്ടങ്ങൾ ഊരിയാണ്. നല്ല ടൈറ്റിലായിട്ട് കെട്ടി വെച്ചങ്ങനെ. വാഴല മെല്ലെ മെല്ലെയായിട്ട് നമ്മളങ്ങനെ തുറക്കുന്നു. ശരിക്കും നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് ഈ വാഴലയുടെ ഈ പൊതിച്ചോണ്ട് തന്നെ. ശരിക്കും നമ്മളെ ചെറുപ്പക്കാലം നമുക്ക് ഓർമ്മ വരികയാണ്. ചെറുപ്പത്തിൽ നമ്മള് കോളേജിക്കല്ല നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. ഹായ് വാ, നമ്മുടെ പൊതിച്ചോട് തുറന്നു, പൊതി ബിരിയാണി. അപ്പൊ ഈ പൊതി ബിരിയാണിയില് ഒരു ഓംലേറ്റ് വരുന്നുണ്ട്. ചിക്കൻ ഒരു അടിപൊളിയായിട്ട് 2 വലിയ പീസ് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയാണ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം അടിപൊളിയായിട്ട് നല്ല വലിയ 2 ചിക്കൻ്റെ പീസ് വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഓംലേറ്റും വന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ. എന്റെ പൊന്നു മക്കളെ, ഈ സാധനം ഈ ഒരു ചിക്കനാണ് പീസ് എടുത്ത് ഈ ബിരിയാണിയിലത്തെ റൈസും കൂട്ടി പിന്നെ ഇത്തിരി ചൂടുള്ളത് കൊണ്ട് തന്നെ സാധനം ഇങ്ങനെ വായിക്കി വെക്കുമ്പോ
ഒരു തരം ഈ ആവിക്ക് വൈകും ഒരു കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ റൈസിന്റെ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. ആരായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കണം തോന്നും. ധൈര്യമായിട്ട് ഒന്ന് കഴിച്ചേക്കും നമ്മുടെ മക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ നമ്മുടെ 2 ഡിഷും ട്രൈ ചെയ്ത് കഴിഞ്ഞു. പൊതി ബിരിയാണിയും കഴിഞ്ഞു, നമ്മുടെ കൊണ്ടോട്ടം ബിരിയാണിയും കഴിഞ്ഞു. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം എടുത്തു പറയുന്നത് പൊതി ബിരിയാണി ആയിരുന്നു. കാരണം ഇതിപ്പോൾ ഇത്തിരി ട്രെൻഡായിട്ട് മാറുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ. പിന്നെ കൊണ്ടോട്ടം ബിരിയാണി മോശമാണെന്നല്ല, രണ്ടും ഒരേപോലെ ഒന്നിനോടൊന്നും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഈ പൊതി ബിരിയാണി ഇത്തിരി ട്രെൻഡായിട്ട് വരുന്നതാണ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞത്. പിന്നെ അതിൽ എനിക്ക് ഇത്രയും സ്പെഷ്യലായിട്ട് തോന്നി ഒരു മുട്ടയിൽ തോന്നുന്നു, എനിക്ക് ഇത്തിരി കൗതുകമായിട്ട് തോന്നി. പിന്നെ അതൊരു സ്പെഷ്യൽ, കാരണം നമ്മൾ ചിക്കൻ്റെ പൊതി ബിരിയാണിയിൽ ഒരിക്കലും ഞാൻ മുട്ട എക്സ്പെക്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവസാനം ലൈം ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നിനോടൊന്നും ലാഗൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം എല്ലാം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടൊരു മാക്സിമം ഒരു 7-8 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഫുഡ് ഒരു നല്ല ചൂടോടുകൂടി തന്നെയാണ് എല്ലാ ഫുഡ് എത്തിച്ചത്. അപ്പോൾ അതൊരു പ്രത്യേക അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് എടുത്ത് പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് ആംബിയൻസ്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനും ഫ്രണ്ട്സിനൊക്കെ വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ആംബിയൻസ് തന്നെയാണ്. ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും സീറ്റിംഗ് ഒക്കെ നല്ല രീതിയിലുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടുത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ബിരിയാണികളുണ്ട്, ഇനിയും കൂടെ ബിരിയാണികളുണ്ട് വെറൈറ്റി ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കേച്ചേരി ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. ബൈ.